ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു അക്കൗണ്ടൻസിക്ക് പ്രത്യേക ക്ലാസ് വേണമെന്ന് ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള അക്കൗണ്ടൻസിയുടെ ക്ലാസ്സാണ് നമ്മളിപ്പം ക്ലാസ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് അക്കൗണ്ടൻസി പേപ്പർ 2 വരുന്ന ഒരു വിഷയമാണ്. അതിൽ ഏകദേശം ഒരു 60% മാർക്ക് അക്കൗണ്ടൻസി എന്നുണ്ടാവും. അക്കൗണ്ടൻസിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളാണ് അതിൽ ചോദ്യങ്ങളായി വരിക. അപ്പം അക്കൗണ്ടൻസിയിൽ പ്രധാനപ്പെട്ട ടേംസ് ഉണ്ട്. ഈ ടേംസിൽ നിന്നും അനേകം ചോദ്യങ്ങൾ വരും. അപ്പോൾ ഓരോ ടേംസ് ആയിട്ട് ഞാൻ പറയുന്നു. ഒന്നാമത്തെ ടേമാണ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ സാധനങ്ങൾ വിൽക്കുക, അതേപോലെ സേവനങ്ങൾ വിൽക്കുക, കൈമാറ്റം ചെയ്യുക, വാങ്ങുക, വിൽക്കുക, അതിനെയാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഞാൻ പറയാം, എനി ആക്ട് ഓഫ് ബൈയിങ്, സെല്ലിംഗ് or any other exchange of goods or services for money or money's worth is called business transaction. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു, സേവനങ്ങൾ വാങ്ങുന്നു, അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കുന്നു, സേവനങ്ങൾ വിൽക്കുന്നു, ക്യാഷിന് അല്ലെങ്കിൽ ക്യാഷിന് തുല്യമായ മറ്റേതെങ്കിലും വസ്തുവിന് പകരമായിട്ട്, അതിന് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയും. ബിസിനസ് ട്രാൻസാക്ഷൻ 2 വിധത്തിലുണ്ട്. ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും. സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ നിമിഷം തന്നെ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. അതേസമയം ഗുഡ്സ് വാങ്ങുമ്പോൾ പേയ്മെന്റ് അന്നേരം കൊടുക്കുന്നില്ല, കുറെ കഴിഞ്ഞിട്ട് ഭാവിയൊരു ഡേറ്റിലാണ് പേയ്മെന്റ് കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുന്നു, ഇൻ ദ ബിസിനസ് ട്രാൻസാക്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 types, ക്യാഷ് ട്രാൻസാക്ഷൻ ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. In the case of cash transaction, payment is made immediately, whereas in the case of credit transaction, payment is postponed to a future date. ഇനി മറ്റൊരു ടേമാണ് ഡെറ്റേഴ്സ്. ബിസിനസ് സ്ഥാപനം പല ആളുകൾക്കും ക്രെഡിറ്റിൽ, അതായത് കടമായിട്ട് ഗുഡ്സ് വിൽക്കും. ആ ബിസിനസ് സ്ഥാപനത്തിന് പണം കൊടുക്കാനുള്ള കുറെ ആളുകളുണ്ടാവും. അവരെയാണ് നമ്മൾ ഡെറ്റേഴ്സ് എന്ന് പറയും. ഇപ്പൊ ഇംഗ്ലീഷിൽ പറയുന്നു, ഡെറ്റേഴ്സ് മീൻസ് the persons who owes money to the business. ബിസിനസ് സ്ഥാപനത്തിന് പണം കൊടുക്കാനുള്ള ആളുകളെ ഡെറ്റേഴ്സ് എന്ന് പറയും. അടുത്ത ടേമാണ് ക്രെഡിറ്റേഴ്സ്. ബിസിനസ് സ്ഥാപനം പുറമുള്ള ആളുകൾക്ക് പണം കൊടുക്കാനുണ്ടാവും. അവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുക. ക്രെഡിറ്റേഴ്സ് മീൻസ് the persons to whom business owes money. ഇനി അടുത്ത ടേമാണ് ഡ്രോയിങ്സ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും ഓണർ അല്ലെങ്കിൽ മുതലാളി അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യത്തിനായി പണമോ ക്യാഷോ അല്ലെങ്കിൽ സാധനങ്ങളോ കൊണ്ടുപോകുന്നതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയും. ഡ്രോയിങ്സ് മീൻസ് ദി എമൗണ്ട് ഓഫ് മണി ഓർ ഗുഡ്സ് വിഡ്രോൺ ബൈ ദ പ്രൊപ്രൈറ്റർ ഓർ ഓണർ ഓഫ് ദ ബിസിനസ് ഫോർ ഹിസ് പ്രൈവറ്റ് യൂസ്. ഇനി അടുത്ത ടേമാണ് സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ വർഷത്തിന്റെ അവസാനത്തെ ഡേറ്റിൽ വിൽക്കാതെ അവശേഷിക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയും. അടുത്ത അക്കൗണ്ടിംഗ് വർഷത്തിൽ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കായി മാറും. ക്ലോസിംഗ് സ്റ്റോക്ക് മീൻസ് ദി അൺസോൾഡ് ഗുഡ്സ് ലൈങ് ഇൻ ദ ബിസിനസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യുവേഷൻ എങ്ങനെയാണെന്നുള്ളത് ഒരു അക്കൗണ്ടൻസിന്റെ ടെസ്റ്റിലെ പ്രധാന ചോദ്യമാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണോ മാർക്കറ്റ് പ്രൈസ് ആണോ, ഏതാണ് കുറവ് അതിലാണ് വാല്യൂ ചെയ്യേണ്ടത്. Closing stock should be valued at cost price or market price, whichever is lower. ഇനി അടുത്ത് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ടേമാണ് അസറ്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന് അനേകം സ്വത്ത് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ടാവും. ബിൽഡിംഗ് ഉണ്ടാവും, മെഷീനറി ഉണ്ടാവും, ഫർണിച്ചർ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ് മീൻസ് ദി പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ ദ ബിസിനസ്. എക്സാമ്പിൾസ് ഓഫ് അസറ്റ്സ് ആർ ബിൽഡിംഗ്, ക്യാഷ് ഇൻ ഹാൻഡ്, മെഷീനറി, ഫർണിച്ചർ, ലാൻഡ് എക്സെട്ര. ഇനി അസറ്റിന് നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഫിക്സഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, ടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, ഫിറ്റീഷ്യസ് അസറ്റ് ഉണ്ട്. ഇതൊക്കെ ഏതാണെന്ന് പറയുന്നത്. ആദ്യം കറണ്ട് അസറ്റ് എന്താണെന്ന് പറയുന്നത്. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഒരു ആസ്തി പെട്ടെന്ന് തന്നെ ക്യാഷാക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ് മീൻസ് ദി അസറ്റ്സ് വിച്ച് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, യൂഷ്വലി 1 year. മിക്കവാറും ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന ആസ്തികളെ നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നു.
കറണ്ട് അസറ്റ് ഉദാഹരണമാണ് നമ്മുടെ കയ്യിലുള്ള ക്യാഷ്, അതിനെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നു. നമ്മുടെ ബാങ്കിലുള്ള ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നു. ഡെറ്റേഴ്സ് കറണ്ട് അസറ്റ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് കറണ്ട് അസറ്റ് ആണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് അസറ്റ് ആണ് ഫിക്സഡ് അസറ്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉപയോഗിക്കാനുള്ള അസറ്റിനെയാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഈ ഫിക്സഡ് അസറ്റ് വിൽക്കാനുള്ളതല്ല, അവിടെ ഉപയോഗിക്കാനുള്ളതാണ്. ഇപ്പം KSF ഒരു ബിസിനസ് സ്ഥാപനമാണ്. അപ്പം KSFയിൽ ഫർണിച്ചർ ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്. ഇതൊക്കെ തന്നെ വിൽക്കാനുള്ളതല്ല. നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടി നടത്തുക, ലോൺ കൊടുക്കുക, ലോണിന്റെ പൈസ അടയ്ക്കുക, ഇത്തരം കാര്യങ്ങളാണ്. അതല്ലാതെ ഇവിടെ ഉപയോഗിക്കാനുള്ള അസറ്റിന് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നു. Fixed assets are those assets which are meant for use in the business and not meant for sale. Example of fixed assets are land, building, plant and machinery, furniture, motor vehicles. ഇനി മൂന്നാമത്തെ ടൈപ്പ് അസറ്റ് ആണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ചില അസറ്റിന് വാല്യൂ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾക്ക് അതിനെ കാണാൻ പറ്റില്ല, ടച്ച് ചെയ്യാൻ പറ്റില്ല, ഫിസിക്കൽ ആയുള്ള ഷേപ്പ് ഉണ്ടാവില്ല. അത്തരം അസറ്റിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ ഉദാഹരണമാണ് ഗുഡ്വിൽ, പാറ്റന്റ്, ട്രേഡ് മാർക്ക്, അതേപോലെ കോപ്പിറൈറ്റ് തുടങ്ങിയവ. ആദ്യം ഗുഡ്വിൽ എന്താന്ന് പറയുന്നത്, ഒരു ബിസിനസ് സ്ഥാപനത്തിന് സൽപ്പേരുണ്ടാവും. ഈ സൽപ്പേര് കൊണ്ട് ആ ബിസിനസ് സ്ഥാപനത്തിന് ധാരാളം സെയിൽസ് വരും, വരുമാനം വരും. അതിന്റെ വാല്യൂനെ നമ്മൾ ഗുഡ്വിൽ എന്ന് പറയുന്നു. ഗുഡ്വിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അതേപോലെ കോപ്പിറൈറ്റ് ഒരു പുസ്തകം ഒരാൾ എഴുതി കഴിഞ്ഞാൽ അയാൾക്ക് മാത്രമേ അത് പബ്ലിഷ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ആ റൈറ്റിനെയാണ് നമ്മൾ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. കോപ്പിറൈറ്റ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അതിൽ പാറ്റന്റ് റൈറ്റ് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. പാറ്റന്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലീഗൽ പ്രൊട്ടക്ഷൻ ഗ്രാൻഡഡ് ടു ദ ഇൻവെന്റർ ഓഫ് എ പ്രൊഡക്റ്റ്. പിന്നെ മറ്റൊരു ഇൻടാഞ്ചിബിൾ അസറ്റാണ് ട്രേഡ് മാർക്ക്. രജിസ്റ്റേർഡ് ചെയ്ത് ലീഗലായി രജിസ്റ്റർ ചെയ്ത ബ്രാൻഡിനെയാണ് നമ്മൾ ട്രേഡ് മാർക്ക് എന്ന് പറയുക. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെയിം, സിംബൽ ഓർ മാർക്ക് attached to a product to differentiate it from another product. ഒരു പ്രൊഡക്റ്റിന്റെ മറ്റൊരു പ്രൊഡക്റ്റിൽ നിന്നും തിരിച്ചറിയാനായിട്ട് നമ്മൾ ഒരു ഉൽപ്പന്നത്തിന് ഒരു ചിഹ്നം കൊടുക്കും, ഒരു മാർക്ക് കൊടുക്കും, ഒരു പേര് കൊടുക്കും. അതിനെയാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. ഈ ബ്രാൻഡ് ട്രേഡ് മാർക്ക് ആക്ട് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, പാറ്റന്റ് റൈറ്റ്, ഗുഡ്വിൽ എന്നിവ ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണങ്ങളാണ്. Intangible assets are those assets which have no definite shape but which have value. Examples of intangible assets are copyright, trademark, patent, goodwill. ഇനി മറ്റൊരു ടൈപ്പ് അസറ്റ് ആണ് വേസ്റ്റിംഗ് അസറ്റ്. ചില അസറ്റിൽ നിന്നും എന്തെങ്കിലും കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ മൈൻസ്, ക്വാറീസ്, അതിന് നമ്മൾ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയും. Wasting assets are those assets in which the value is decreased due to extraction of ore. For mines, quarries എന്നിവ വേസ്റ്റിംഗ് അസറ്റിന് ഉദാഹരണമാണ്. മറ്റൊരു ടൈപ്പ് അസറ്റ് ആണ് ടാഞ്ചിബിൾ അസറ്റ്. ഫിസിക്കലായിട്ടുള്ള ഷേപ്പുള്ള, ഭൗതികമായിട്ടുള്ള പ്രത്യേകമായ നിലനിൽപ്പുള്ള, നമുക്ക് കാണാനും ടച്ച് ചെയ്യാൻ പറ്റുന്ന ആസ്തികളെ നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയും. ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഇതൊക്കെ തന്നെ ടാഞ്ചിബിൾ അസറ്റാണ്. ഇനി ലാസ്റ്റ് ടൈപ്പ് അസറ്റ് ആണ് ഫിറ്റീഷ്യസ് അസറ്റ്. ഫിറ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോസുകളാണ്, ഡെഫേർഡ് എക്സ്പെൻസുകളാണ്. അത് ബാലൻസ് ഷീറ്റ് അസറ്റായി കാണിക്കുകയാണ്. അതിനാണ് നമ്മൾ ഫിറ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിലുള്ള അസറ്റ് അല്ല. ഇത്രയാണ് അസറ്റിനെ പറ്റി പറയാനുള്ളത്. ഇതിൽ കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നിവ ഉദാഹരണ സഹിതം നിങ്ങൾ പഠിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് പറയാൻ പോകുന്ന ടേമാണ് ലയബിലിറ്റീസ്. ഒരു ബിസിനസ് സ്ഥാപനം പുറമുള്ള ആളുകൾ കൊടുക്കാനുള്ള തുകേനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുക. ലയബിലിറ്റി മീൻസ് ദി എമൗണ്ട് ഓഡ് ബൈ ദ ബിസിനസ് ടു ഔട്ട്സൈഡേഴ്സ്. ഇനി അടുത്ത ടേമാണ് ക്യാപിറ്റൽ. ഒരു ബിസിനസ്മാൻ ബിസിനസ്സിൽ നിക്ഷേപിച്ച തുക, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു റണ്ണിംഗ് ബിസിനസ്, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്, റണ്ണിംഗ് ബിസിനസ്സാണ്. അത്തരം ബിസിനസ്സിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അസറ്റ് എന്ന് ലയബിലിറ്റി കുറച്ച് കിട്ടുന്നതാണ്. ക്യാപിറ്റൽ മീൻസ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ ബിസിനസ്മാൻ ഇൻ ഹിസ് ബിസിനസ്. In a running business, capital is the excess of assets over liabilities. അപ്പം ക്യാപിറ്റൽ കിട്ടുന്നത് അസറ്റിന് ലയബിലിറ്റി കുറച്ചും കൊണ്ടാണ്. അതൊരു ഇക്വേഷൻ ആക്കി നമുക്ക് സമവാക്യമായിട്ട് നമുക്ക് എഴുതാം. ക്യാപിറ്റൽ സമം അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. അതിന് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയും. അതല്ലെങ്കിൽ അസറ്റ് സമം ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് അങ്ങനെ എഴുതാം.
അതിനെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നു. ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ലയബിലിറ്റി കാണാൻ ഉപയോഗിക്കാം. ലയബിലിറ്റി സമം അസറ്റ് മൈനസ് ക്യാപിറ്റൽ. അതേപോലെ അസറ്റ് മൈനസ് ലയബിലിറ്റി മൈനസ് ക്യാപിറ്റൽ ഈക്വൽസ് 0. അങ്ങനെയും എഴുതാം. ഇനി അടുത്ത ടേമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യും. അതിന്റെ കോസ്റ്റ്, അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ചാർജ്, അതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള ചാർജ്, അതിന് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഇപ്പം ബിൽഡിംഗ് വാങ്ങി, ലാൻഡ് വാങ്ങി, മെഷീനറി വാങ്ങി, അത്തരം ചെലവിന്, അതിനുവേണ്ട ചെലവിന് നമ്മൾ എന്ത് പറയുന്നു? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. അത് ബിസിനസ് സ്ഥാപനത്തിന്റെ ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന എക്സ്പെൻഡിച്ചറാണ്. Capital expenditure are those expenditure which are incurred for increasing the earning capacity of a business. In other words, the expenses incurred for purchasing fixed assets, its modernization, installation and expansion is called capital expenditure. Examples of capital expenditure are cost of purchase of building, machinery, land, etc. Installation charges of machinery. മറ്റൊരു ടേമാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ചെലവുകളെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണുന്ന, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണുന്ന ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഈ എക്സ്പെൻഡിച്ചർ നമ്മൾ ചെലവഴിക്കുന്നത് ബിസിനസ് സ്ഥാപനത്തിന്റെ ഏണിംഗ് കപ്പാസിറ്റി അതേപോലെ നിലനിർത്താനാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ആർ ദോസ് എക്സ്പെൻഡിച്ചേഴ്സ് which are incurred for maintaining the earning capacity of the business. In other words, these expenses are incurred for meeting the day-to-day expenses of the business. Examples of revenue expenditure are rent, vadaga, salary, wages, commission, postage and telegram, printing and stationery, telephone charges, electricity charges, bad debts. ഇതെല്ലാം തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി മറ്റൊരു ടൈപ്പ് എക്സ്പെൻഡിച്ചർ ആണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഈസ് ദ ഹ്യൂജ് എക്സ്പെൻസസ് ഇൻകർഡ് ഇൻ എ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ, ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് ഈസ് എക്സ്പെക്ടഡ് ടു ബി റിസീവ്ഡ് ഇൻ എ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ ഫ്യൂച്ചർ. ബിസിനസ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ വലിയൊരു എമൗണ്ട് പരസ്യത്തിനും മറ്റുമായി ചെലവഴിക്കും. ആ എമൗണ്ട് മുഴുവനായി ആ വർഷത്തെ ചെലവായി കണക്കാക്കില്ല. അത് പിന്നീട് വരുന്ന വർഷങ്ങളിലും അതിന്റെ ബെനിഫിറ്റ് ലഭിക്കും. അത്തരം ചെലവുകളെ നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. അതിനുദാഹരണമാണ് പരസ്യത്തിന് വേണ്ടി ചെലവാക്കുന്ന വലിയ തുക. ഹ്യൂജ് എമൗണ്ട് ഇൻകർഡ് ഓൺ അഡ്വർടൈസിംഗ് ഇൻ ദ ഇനീഷ്യൽ ഇയേഴ്സ് ഓഫ് വർക്കിംഗ് ഓഫ് ആൻ എന്റർപ്രൈസ് ഈസ് റിഗാർഡ് ആസ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇനി അടുത്ത് പറയാൻ പോകുന്ന ടേമാണ്, നമ്മൾ എക്സ്പെൻഡിച്ചറിനെ പറ്റി പറഞ്ഞു, അതേപോലെ വരുമാനം ഉണ്ടാവും. വരുമാനത്തെ നമുക്ക് റെസീപ്റ്റ് എന്ന് പറയാം. വരുമാനം രണ്ട് തരത്തിലുള്ള റെസീപ്റ്റ് ഉണ്ട്. ക്യാപിറ്റൽ റെസീപ്റ്റ് ഉണ്ട്, റവന്യൂ റെസീപ്റ്റ് ഉണ്ട്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എപ്പോഴെങ്കിലും ലഭിക്കുന്ന വരുമാനം, അതിന് നമ്മൾ ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നു. അതിന്റെ പ്രത്യേകത നോൺ റിക്കറിംഗ് ആയിരിക്കും. എപ്പോഴും ലഭിക്കില്ല, നോൺ റിക്കറിംഗ് ആയിരിക്കും. ക്യാപിറ്റൽ റെസീറ്റ്സ് ആർ ദോസ് റെസീറ്റ്സ് വിച്ച് ആർ നോൺ റിക്കറിംഗ് ഇൻ നാച്ചർ. എക്സാമ്പിൾസ് ഓഫ് ക്യാപിറ്റൽ റെസീറ്റ്സ് ആർ capital invested by a businessman in his business, life membership fee and legacy in the case of non-trading concern. Non-trading concern എന്ന് പറഞ്ഞാൽ ലാഭം താല്പര്യപ്പെടാത്ത, ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ലാതെ സേവനം നൽകാനായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയാണ് നോൺ ട്രേഡിംഗ് കൺസേൺ എന്ന് പറയും. നോൺ ട്രേഡിംഗ് കൺസേൺ ഉദാഹരണമാണ് ക്ലബ്ബ്, ഹോസ്പിറ്റൽസ്, ലൈബ്രറി തുടങ്ങിയവ. ഉദാഹരണമായി ഒരു ക്ലബ്ബിൽ ഒരു വ്യക്തി ആജീവനാന്തം മെമ്പർഷിപ്പ് എടുക്കാനായി ഒരു തുക നൽകുകയാണ്. അതിനെയാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുക. അത് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അത് ക്യാപിറ്റൽ റെസീറ്റ് ആണ്. അതേപോലെ ഒരു ക്ലബ്ബിൽ ഒരു അംഗം അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സ്വത്ത് വിറ്റിട്ട് ഒരു എമൗണ്ട് ക്ലബിന് കൊടുക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ക്ലബിന് ഒരു എമൗണ്ട് കിട്ടും. അതിന് പറയുന്ന പേരാണ് ലെഗസി. ലെഗസി അങ്ങനെ ഒരു ക്ലബിന് കിട്ടുകയാണെങ്കിൽ അതും ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ ടേമാണ് റവന്യൂ റെസീപ്റ്റ്. ദീസ് ആർ റിക്കറിംഗ് ഇൻ നാച്ചർ. വീണ്ടും വീണ്ടും ബിസിനസ് സ്ഥാപനത്തിന് ലഭിക്കുന്ന വരുമാനം അല്ലെങ്കിൽ എമൗണ്ട്, അതിന് നമ്മൾ റവന്യൂ റെസീറ്റ് എന്ന് പറയുന്നു. ഗുഡ്സ് വിറ്റിട്ട് നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. അതിനെ നമ്മൾ റവന്യൂ റെസീറ്റ് എന്ന് പറയാവുന്നതാണ്. സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് റിഗാർഡഡ് ആസ് എ റവന്യൂ റെസീറ്റ്. അതേപോലെ ഇപ്പം KSMനെ സംബന്ധിച്ചിടത്തോളം ഫോർമാൻ കമ്മീഷൻ ഒരു റവന്യൂ റെസീപ്റ്റ് ആണ്. അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ റവന്യൂ റെസീപ്റ്റ് ആണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൽ കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതായത്
അക്കൗണ്ടിങ്, ബിസിനസ്സിൽ ലാംഗ്വേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ ലാംഗ്വേജിന് ഒരേപോലത്തെ രീതി